ഇന്നലെ വരെ എന്റെ ഭർത്താവിന്റെ ബെഡ്റൂമിൽ കയറി ഇറങ്ങിയതും ഭാര്യ ചമഞ്ഞ് നടന്നതും പോലെയൊന്നും അല്ല അവളിപ്പൊ കാട്ടിക്കൂട്ടുന്നത്. ഒരു പുരുഷന് വേണ്ടി ലക്ഷ്മി പൂജ നടത്തുന്നവള് അയാളുടെ ഭാര്യയായിരിക്കണം. അയാള് അഗ്നിസാക്ഷിയായി താലി കെട്ടിയ പെണ്ണായിരിക്കണം. സഞ്ജു താലി കെട്ടിയ പെണ്ണ് ഞാനാ, അല്ലാതെ ലക്ഷ്മിയല്ല. അവൾ ഈ പൂജ ചെയ്യാൻ പാടില്ല. അത് ദോഷമായി തീരുമെന്ന് മനസ്സിലാക്കി അവളെ തടയാൻ ഇവിടെ ആരുമില്ലേ? സഞ്ജുവിന് കോമഡിയായി തോന്നും, എനിക്കങ്ങനെയല്ല. എന്റെ മനസ്സാ പൊള്ളി പോയത്. ഞാൻ അണിഞ്ഞ ഈ താലിക്ക് എന്ത് വിലയാ ഉള്ളത്? സഞ്ജു ഒന്ന് പറഞ്ഞതാ. ഏതോ ഒരാള് കെട്ടിയ താലി സഞ്ജുവിന്റേതാണെന്ന് അവള് പറഞ്ഞു നടന്നിട്ടും അത് ക്ഷമിച്ചവളാ ഞാൻ. ഇനി എനിക്കതിന് വയ്യ സഞ്ജു. വീണ്ടും വീണ്ടും ഒരു കോമാളിയാവാൻ എനിക്ക് കഴിയില്ല. സഞ്ജുവിന് ഇതിന്റെ സീരിയസ്നെസ് ഇപ്പോഴും അറിയില്ല. പൂജ അവിടം കൊണ്ട് തീർന്നു എന്ന് സഞ്ജു കരുതേ വേണ്ട. ഇനിയാ സഞ്ജു ഞെട്ടാൻ പോകുന്നേ. ശരിക്കുള്ള പൂജയ്ക്ക് പങ്കാളിയാവേണ്ടത് ഭർത്താവാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അവൾക്ക് മുന്നിൽ ഭർത്താവായി സഞ്ജു നിൽക്കണം. സഞ്ജു തയ്യാറായി നിന്നോ? ഭർത്തൃപൂജയ്ക്ക് അവൾ ഉടനെ വരുന്നുണ്ട്. അവളുടെ സീമന്തത്തിൽ സഞ്ജുവിന് കുങ്കുമം വെക്കേണ്ടി വരും. അപ്പൊ സഞ്ജുവിന് മനസ്സിലാവും എന്നെ ഇത്രത്തോളം വേദനിപ്പിച്ചത് എന്താണെന്ന്, ഞാൻ എങ്ങനെ അപമാനിതയായെന്ന്. സ്വാതി, സഞ്ജു തയ്യാറായി നിന്നോ? ഭർത്തൃപൂജയ്ക്ക് അവൾ ഉടനെ വരുന്നുണ്ട്.